ശങ്കുറ്റി ദാസ് ബി.ജെ.പി. പ്രതിനിധിയാണ് നമുക്കൊപ്പം ചേരുന്നത് ചർച്ചയിൽ. ശങ്കുറ്റി ദാസ്, സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ഒരാഴ്ചത്തേക്കാണെങ്കിൽ കൂടിയും സുപ്രീം കോടതി മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്രത്തിന് ഉത്തരം മുട്ടുന്നുണ്ടോ? അങ്ങയുടെ ആമുഖ പ്രസ്താവന തന്നെ തെറ്റാണ്. പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള വഖഫ് ഭേദഗതി നിയമം ഒരാഴ്ചത്തേക്ക് സുപ്രീം കോടതി മരവിപ്പിച്ചിട്ടില്ല. സുപ്രീം കോടതി ഇന്ന് ആ കേസിന്റെ വാദത്തിനിടയിൽ ഒരു സ്റ്റേ പോലും പുറപ്പെടുവിച്ചിട്ടില്ല. ഇന്നലെ ഒരു ഇന്ററിം ഓർഡർ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ അങ്ങോട്ട് ബോധിപ്പിച്ചിട്ടുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരു അണ്ടർടേക്കിംഗ് ആയി സ്വീകരിച്ചുകൊണ്ട് സോളിസിറ്റർ ജനറൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അത് റെക്കോർഡിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു ഇന്ററിം ഓർഡർ പുറപ്പെടുവിക്കുന്നു എന്നാണ് പറഞ്ഞത്. രണ്ട് കാര്യങ്ങളുടെ മുകളിൽ മാത്രമാണ് വാദം ഉണ്ടായത്. ഇവിടുത്തെ ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിലേക്കൊന്നും കോടതിയുടെ പരിഗണന പോയിട്ടേ ഇല്ല. രണ്ട് കാര്യം മാത്രമാണ്. ഒന്ന്, സെക്ഷൻ 9, സെക്ഷൻ 14 വഖഫ് കൗൺസിലിലേക്കും വഖഫ് ബോർഡിലേക്കും നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ. അതേപോലെ തന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷൻ എടുത്തു കളയുമ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതോ ഓൾറെഡി നോട്ടിഫൈഡ് ആയതോ ആയിട്ടുള്ള പുരാതന വഖഫ് പ്രോപ്പർട്ടികൾ അവ ഡീനോട്ടിഫൈ ചെയ്യപ്പെടുമോ എന്ന ക്വസ്റ്റ്യൻ. ഈ രണ്ട് കാര്യത്തിലും കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ളൊരു സത്യവാങ്മൂലം ബോധിപ്പിക്കേണ്ട സമയം ആവശ്യമുണ്ട്. അതിന് ഒരാഴ്ചത്തെ സമയം ഞങ്ങൾക്ക് എല്ലാ വാദങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ള സത്യവാങ്മൂലം ബോധിപ്പിക്കാൻ സമയം തരണം. ആ ഒരാഴ്ചക്കുള്ളിൽ ഒരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഈ നിയമം നടപ്പിലാവണമെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണം, റൂൾസ് ഫോർമുലേറ്റ് ചെയ്യണം. ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ തന്നെ സെക്ഷൻ 108B ആണ് റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നത്. അങ്ങനെ റൂൾസ് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രമേ നിയമം ഓപ്പറേഷനിലാവുള്ളൂ. ഇവിടെ റൂൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല എന്ന സാഹചര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് നടപ്പാവുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് ഒരു ഇടക്കാല വിധിയുടെ ആവശ്യമില്ല, ഒരു സ്റ്റേയുടെ ആവശ്യമില്ല. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഈ ഒരാഴ്ചക്കുള്ളിൽ നടക്കില്ല എന്ന ഉറപ്പ് ഞങ്ങൾ തരുന്നു. എന്ത് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, വഖഫ് ബോർഡിലേക്കോ വഖഫ് കൗൺസിലിലേക്കോ പുതിയ അംഗങ്ങളെ നിയമിക്കുന്ന കാര്യം അതൊരാഴ്ചക്കുള്ളിൽ നടക്കില്ല. രണ്ട്, ഓൾറെഡി രജിസ്റ്റേർഡ് ആയതോ നോട്ടിഫൈഡ് ആയതോ ആയിട്ടുള്ള വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്യുന്ന നടപടി അതും ഒരാഴ്ചക്കുള്ളിൽ നടക്കില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ ഞങ്ങളുടെ ഉറപ്പ് സ്വീകരിച്ചുകൊണ്ട് ശ്രീ ശങ്കു, മറ്റു കാര്യങ്ങളിൽ നിയമ ഭേദഗതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം തൽസ്ഥിതി തുടരാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇല്ല, ദർ ഇസ് നോ സ്റ്റാറ്റസ് കോ. അങ്ങ് ആ കോടതിയിൽ നടന്നിട്ടുള്ള പ്രൊസീഡിങ്സ് വളരെ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് ഇതിൽ പല സെക്ഷൻസിനെ പറ്റിയിട്ടും കണ്ടൻഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് 5 വർഷം ആയി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു. 2013 അമെൻമെന്റിൽ പറഞ്ഞിരുന്നത് എനി പേഴ്സൺ ക്യാൻ ഡു എ വഖഫ് എന്ന, ഏത് വ്യക്തിക്കും നടത്താമെന്ന. എന്നാൽ ഈ നിയമത്തിൽ നമ്മുടെ ഭേദഗതിയിൽ എന്ത് കൊണ്ടുവന്നു? വഖഫ് നടത്തുന്ന ആളൊരു മുസ്ലിം ആയിരിക്കണം, അയാൾ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇസ്ലാമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിം ആയിരിക്കണം, അയാൾക്ക് അർഹതപ്പെട്ട ഭൂമി മാത്രമായിരിക്കണം വഖഫ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ കണ്ടൻഷൻ ഉണ്ട്, 5 വർഷം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ആയിരിക്കണം എന്ന്. പക്ഷെ ഞങ്ങൾ ഈ ഘട്ടത്തിൽ സ്റ്റേ ചെയ്യുന്നില്ല എന്ന് സുപ്രീം കോടതി ഈ കേസിന്റെ വാദത്തിനിടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പല പോസിറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ട്. ഗ്രാമങ്ങൾ തന്നെ വഖഫ് ഭൂമിയായി മാറുന്ന പ്രതിഭാസം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമം തെറ്റാണെന്നോ നല്ലതാണെന്നോ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അതിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളുണ്ട്. അതെല്ലാം വിശദമായിട്ടുള്ള പരിഗണന ആവശ്യമുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ സ്റ്റേക്ക് മുതിരുന്നില്ല. മാത്രമല്ല, കോടതി 2 തമ്പ് റൂളുകൾ പറഞ്ഞു. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമം നടപ്പിലാവുന്നതിന് മുൻപ് കോടതികൾ അത് സ്റ്റേ ചെയ്യാറില്ല. 2, കോടതി ഒരു വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ പരിഗണന തീരാതെ ആ കാര്യത്തിൽ മറ്റേ പാർലമെന്റ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും നടപടികൾ സ്വീകരിക്കാറുമില്ല. ഇങ്ങനെ ഒരു പരസ്പര ബഹുമാനത്തിൽ പോകുന്ന സംവിധാനമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം എന്തായിരുന്നു? ഇന്നലെയൊക്കെ ഇവിടെ വലിയ ആഹ്ലാദ പ്രകടനം നടന്നിരുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഇന്ന് ഇടക്കാല ഉത്തരവ് വരാൻ പോവാണ്. ഇടക്കാല ഉത്തരവ് വന്ന സെക്ഷൻ 2A ഉൾപ്പെടെ, ഇപ്പൊ മുനമ്പത്തിന്റെ കേസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്നത് സെക്ഷൻ 2A വന്നു കഴിഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്നതാണ്. സെക്ഷൻ 2A ഉൾപ്പെടെയുള്ള പ്രൊവിഷൻസ് എല്ലാം മരവിപ്പിക്കപ്പെടും. മാത്രമല്ല, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം മരവിപ്പിക്കപ്പെടും. ഇപ്പൊ അതും ഉണ്ടായിട്ടില്ല. അപ്പൊ കിരൺ റിജു മുനമ്പത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താ? മുനമ്പത്തെ ജനങ്ങൾക്ക് എങ്ങനെ ആശ്വാസം കൊടുക്കുമെന്നാണ് പറഞ്ഞത്? ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചട്ടങ്ങൾ രൂപീകരിക്കും. ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുക്കും. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപത്തെ ജനങ്ങൾക്ക് നികുതി അവകാശങ്ങൾ, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാവുന്ന. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചട്ടങ്ങൾ രൂപീകരിക്കണം. ഇവിടെ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവകാശത്തെ റദ്ദ് ചെയ്തിട്ടില്ല, റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അവകാശത്തെ മരവിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രാക്ടിക്കലി ഇവിടെ ഒരു വിധിയില്ല, ഒരു സ്റ്റേ പോലുമില്ല. കാരണം വിശദമായ വാദം കേൾക്കാനിരിക്കുകയാണ്. 73 ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത്. അതിൽ 5 പ്രധാനപ്പെട്ട ഹർജികൾ കോടതി പരിഗണിക്കുകയാണ്. അതിൽ വാദം കേൾക്കും ശങ്കു. അപ്പോ ഇത്ര പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ നടപ്പാക്കട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന്. അല്ല, നോക്കൂ,
ഈ പറയുന്ന 73 ഹർജികളും കേട്ട്, അല്ലെങ്കിൽ അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള 5 ഹർജികൾ എന്നല്ല പറഞ്ഞത്, കോടതി പറഞ്ഞത് ഒരേ കാര്യത്തിന് വേണ്ടി ഇത്രയേറെ ഹർജികൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതിലെ 5 ഹർജികളെ ലീഡിംഗ് ഹർജികളായി പരിഗണിച്ചുകൊണ്ട് അവയിൽ വാദം കേൾക്കും. അവയിൽ മാത്രമല്ല വാദം കേൾക്കുന്നത് പറയുമ്പോൾ അങ്ങ് മറുവശവും പറയണം. 1995 വഖഫ് നിയമത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ട് 30 വർഷമായിട്ട് പെൻഡിംഗ് ആയിട്ടുള്ള 100ഓളം ഹർജികളുണ്ട്. ആ ഹർജികളിൽ കോടതി ഇപ്പോഴും വാദം കേട്ട് കഴിഞ്ഞിട്ടില്ല. 2013 വഖഫ് ഭേദഗതി നിയമത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള 50ഓളം ഹർജികളുണ്ട്. 12 വർഷമായിട്ട് പെൻഡിംഗ് ആണ്. അവയിലും കോടതി വാദം കേട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഹർജികളും 95 നിയമത്തിനെതിരായും 2013 അമെൻമെന്റിനെതിരായും സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഹർജികളും ഇതിനോടൊപ്പം ലിസ്റ്റ് ചെയ്യുകയും അവയ്ക്കൊപ്പം ഇതും വാദം കേൾക്കുകയും ചെയ്യുന്ന പറഞ്ഞു. എന്നാൽ ഈ പ്രോസസ്സ് നടക്കുന്നത് വരെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രൊവിഷൻസും നിങ്ങൾ നടപ്പാക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ കോടതിക്ക് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ഈ പറയുന്ന ഈ നീണ്ട ലീഗൽ പ്രൊസീജിയർ മുഴുവൻ പൂർത്തിയാവുന്നത് വരെ ഈ നിയമത്തെ എടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഫ്രീസ് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഒരു എക്സ്പ്ലിസിറ്റ് സ്റ്റേ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്മേൽ സുപ്രീം കോടതി അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് തന്നെയാണ് ആ പരസ്പരമുള്ള ബഹുമാനം, ഔചിത്യപൂർണമായ ഒരു നടപടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. CINRCയുടെ കാര്യത്തിൽ സുപ്രീം കോടതി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സ്റ്റേ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എത്രയോ പ്രധാനപ്പെട്ട നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പാർലമെന്റിന്റെ 2 സഭകളും പാസ്സാക്കി പ്രസിഡന്റ് അസെന്റ് ചെയ്ത് 50% സ്റ്റേറ്റുകൾ റാറ്റിഫൈ ചെയ്ത് നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ബിൽ, NGSC എന്ന് പറയുന്ന ബില്ല്. അത് സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ചരിത്രമുണ്ട്. സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു ഇടപെടൽ നടത്തണമെങ്കിൽ നടത്താനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി അത് ചെയ്തിട്ടില്ല എന്നത് വളരെ ക്ലിയർ ആണ്. ഞാനൊരു അഭിഭാഷകനാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ കോടതിയിൽ ഉള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു കേസിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോടതി അവിടെ ഒരു സ്റ്റേ പുറപ്പെടുവിച്ചു എന്ന് വിചാരിക്കുക. സ്റ്റേ വന്നു കഴിഞ്ഞാൽ ഹർജിക്കാർക്ക് പ്രൈമ ഫേസി വിജയമാണത്. അവർക്കൊരു മോറൽ വിക്ടറി ക്ലെയിം ചെയ്യാം. എതിർകക്ഷികൾക്ക് അതൊരു പരാജയമാണ്. കാരണം ഇനി കോടതിയിൽ നിന്ന് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കിട്ടൽ ഇവരുടെ ആവശ്യമായി. വേണമെങ്കിൽ കോടതിക്ക് സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഒരിക്കലും ഒരു സ്റ്റേ വന്നാൽ ഒരു അപരിഹാര്യമായിട്ടുള്ള നഷ്ടം അവിടെ ഉണ്ടായി. ഇത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും എതിർപക്ഷം ചെയ്യുന്ന ഒരു കാര്യം, കോടതി ഒരു സ്റ്റേ പുറപ്പെടുവിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളൊരു അണ്ടർടേക്കിംഗ് തരാം. എന്താണ് കോടതിയുടെ ആശങ്ക? ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണോ ആശങ്ക? ആ ആശങ്കയ്ക്ക് യാതൊരു ന്യായവും ഇല്ലെന്ന് പറയുന്ന അണ്ടർടേക്കിംഗ് ഞങ്ങൾ തരാം. ഞങ്ങളുടെ അണ്ടർടേക്കിംഗ് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കോളൂ. അപ്പോൾ നമുക്കെതിരെ ഒരു വിധിയില്ല. അതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് ചെയ്തത്. 2 കാര്യങ്ങളുടെ മേലാണ് കോടതിക്ക് ആശങ്കയുണ്ടായിരുന്നത്. എന്താണ്? ഒന്ന്, കൗൺസിലിലേക്കും ബോർഡിലേക്കും ഈ പറയുന്ന അടുത്ത സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൊടുക്കുന്ന ഇടവേളയ്ക്കുള്ളിൽ തന്നെ പുതിയ നിയമനങ്ങൾ നടക്കുമോ? ആ കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഓൾറെഡി നോട്ടിഫൈ ചെയ്തതോ രജിസ്റ്റർ ചെയ്തോ ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികൾ ഈ പറയുന്ന സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഡീനോട്ടിഫൈ ചെയ്യുമോ? ആ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ പറഞ്ഞു അതിൽ യാതൊരു ആശങ്ക ആവശ്യമില്ല. കാരണം റൂൾസ് ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അങ്ങനെയാണ് എസ് ടി പറഞ്ഞത്. ഇവിടെ ഈ കോടതിയുടെ ആശങ്ക എന്ന് പറയുമ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി എതിർക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആശങ്ക കൂടിയാണ്. അതിനകത്ത് കോടതി ചോദിച്ചിട്ടുണ്ട്, ഈ മുസ്ലിങ്ങളായിട്ടുള്ളവരെ ഹിന്ദുമത ട്രസ്റ്റുകളിൽ അംഗങ്ങളാക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിനകത്തൊരു ദുരുദ്ദേശമില്ലേ എന്നുള്ള ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്. ആ ചോദ്യത്തിനുള്ള അംഗീകാരം കൂടിയല്ലേ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്? പറയൂ. കോടതിയുടെ ഭാഗത്ത് എന്തുണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചടി കിട്ടിയെന്ന് പറയണമെങ്കിലോ ഹർജിക്കാർക്കൊരു പ്രാഥമിക വിജയം ഉണ്ടായെന്ന് പറയണമെങ്കിലോ ഇവിടെ ഒരു സ്റ്റേ ഉത്തരവുണ്ടാവണമായിരുന്നു. ഈ കാര്യത്തിൽ ഒരു അന്തിമ വിധി ഉണ്ടാവുന്നത് വരെ ഈ നിയമത്തിന്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഉണ്ടാവണമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ കോടതി ഫ്രീസ് ചെയ്യണമായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. ഈ നിയമം ഇപ്പോഴും ഓപ്പറേഷനിലാണ്. ഇതിലെ 2 പ്രൊവിഷൻ മാത്രം. ഏതാണ്? ബോർഡിലേക്കും കൗൺസിലിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് നടത്തുന്ന കാര്യവും അതേപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റേർഡ് പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് വരെയുള്ള ഇടവേളയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ആ കാര്യത്തിൽ പോലും സ്റ്റേ കൊടുത്തിട്ടില്ല അണ്ടർടേക്കിങ്ങിന്റെ മുകളിൽ. അപ്പൊ പിന്നെ എന്ത് കോടതിയുടെ ഭാഗത്ത് എന്ത് തിരിച്ചടി ഉണ്ടായെന്ന് പറഞ്ഞു? പിന്നെ ദേവസ്വം ബോർഡുകളിൽ മുസ്ലിം പ്രതിനിധികളുണ്ടോ അല്ലെങ്കിൽ പള്ളിയുടെ മറ്റ് സംഭവങ്ങളിലുണ്ടോ? ഇത് മറ്റൊരു കണ്ടെക്സ്റ്റിൽ കോടതി ചോദിച്ചാണ്. കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് കോടതി പറയുന്ന കാര്യങ്ങൾക്ക് 2 ഭാഗമുണ്ട്. ഒബിക്ടർ ഡിക്റ്റ എന്നും റേഷ്യോ ഡെസിഡൻഡി എന്നും പറയും. റേഷ്യോ ഡെസിഡൻഡി ആണ് എന്താണ് റാഷണൽ ഓഫ് ദ കേസ്. അതാണ് പ്രിൻസിപ്പൽ
പ്രിൻസിപ്പിൾ ആവുക. ഒമിറ്റഡ് ഡിക്റ്റ എന്ന് പറയുന്നത് തിങ്സ് മെയ്ഡ് ഇൻ ദ വേ ഓഫ് ഡൈഗ്രഷൻ ആണ്. വാദത്തിനിടയിൽ പല കാര്യങ്ങളും പറയും. ഇന്നലെ SG പറഞ്ഞു ഈ വഖഫ് കേൾക്കുന്ന കോടതിയിൽ മുഴുവൻ മുസ്ലിം ജഡ്ജിമാർ മാത്രമാണെങ്കിലോ മുഴുവൻ ഹിന്ദു ജഡ്ജിമാർ മാത്രമാണെങ്കിലോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും. കാരണം അതിലൊരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവമില്ല. എന്നാൽ നേരെ തിരിച്ച് ഈ ജഡ്ജ് എങ്ങനെയാണ്, ഈ ബെഞ്ച് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? എല്ലാ മതവിഭാഗത്തിൽ പെടുന്ന അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് വഖഫ് ബോർഡുകളും വേണ്ടത്. കാരണം വഖഫ് ബോർഡുകൾ കൈകാര്യം ചെയ്യുന്നത് അഞ്ച് വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ സ്വന്തം ഭൂമി വഖഫാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നത് തന്നെ എന്തൊരു തരം മനുഷ്യരുടെ അവരുടെ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയല്ലേ? ആർട്ടിക്കിൾ 26 ലംഘനമെന്ന് അവിടെ കൃത്യമായി വാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അല്ല ശ്രീമതി ലക്ഷ്മി പത്മ, നിങ്ങൾ അങ്ങനെ ഒരു പ്രൊവിഷൻ അനുവദിച്ചാലുള്ള മനുഷ്യാവകാശ ലംഘനത്തെ പറ്റി ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ആ പ്രൊവിഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്താണ് റീസൺ ബിഹൈൻഡ് ഇൻട്രൊഡ്യൂസിങ് സച്ച് എ പ്രൊവിഷൻ? അതായത് ഒരിക്കൽ ഒരാളൊരു വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും വഖഫാണ്. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ്. ചെയ്ത ആൾക്ക് പോലും ഇത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. വർഗീയ കലാപങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ ബംഗാളിലെ മുർഷിദാബാദിൽ കലാപം നടക്കുകയാണ്. അവിടെ നിർബന്ധപൂർവ്വം മതപരിവർത്തനത്തിന് വിധേയരാവുന്ന ആളുകളെ കൊണ്ട് വഖഫ് ചെയ്യിക്കുന്ന പ്രോപ്പർട്ടി നാളെ അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർ വീണ്ടും അവരുടെ പൂർവ്വ മതത്തിലേക്ക് മടങ്ങി വന്നാൽ പോലും ഇവർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വാൾത്തലപ്പിൽ നിന്ന്, ഭീഷണിയുടെ മുനമ്പിൽ നിന്ന് ആളുകളെ കൊണ്ട് വഖഫ് ചെയ്യിക്കുന്ന പ്രവണത ഇല്ലാതാക്കാനാണ് ഒരു പ്രാക്ടീസിങ് മുസ്ലിമിന് മാത്രം, ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സ്വേച്ഛയാൽ സ്വന്തം അവകാശപ്പെട്ട ഭൂമി മാത്രം വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പ്രൊവിഷൻ കൊണ്ടുവന്നത്. അഞ്ച് വർഷം വലിയൊരു സമയപരിധിയല്ലേ ശങ്കു? 5 വർഷം എന്ന് പറയുന്നത് നമുക്കൊരു കലാപത്തിന്റെ സമയമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ 5 വർഷം എന്ന് പറയുന്നത് 5 വർഷം എന്ന് പറയുന്നത് പാർലമെന്റ് കണ്ടിട്ടുള്ള യുക്തമായിട്ടുള്ള ഒരു സമയമാണ്. എത്രയാണ് യുക്തമായ സമയം? അങ്ങ് പറയൂ. 3 മാസമാണോ, 1 വർഷമാണോ, 3 വർഷമാണോ? പാർലമെന്റ് കണ്ട ഒരാൾ പ്രാക്ടീസിംഗ് മുസ്ലിം ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള നല്ലൊരു സമയം. എനിക്കോ മേൽ നിങ്ങൾ ഹിന്ദു ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഇത്ര വർഷം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി തോന്നില്ലേ? ഇല്ലല്ലോ. നിങ്ങൾ ഹിന്ദുവാണെന്ന് സ്ഥാപിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ലഭ്യമാവുന്ന സവിശേഷമായിട്ടുള്ള യാതൊരു അധികാരവും ഇല്ലെന്നിരിക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രത്യേകമായിട്ടുള്ള യാതൊരു പ്രിവിലേജുകളും ഇല്ലെന്നിരിക്കെ ഈ താരതമ്യം തന്നെ അസംബന്ധമാണ്. നിങ്ങൾ ആദ്യം ആലോചിക്കും, നിങ്ങൾ ഈ ദേവസ്വം ബോർഡുകളും വഖഫ് ബോർഡുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കാണിക്കുന്ന പ്രാഥമികമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് 2 വ്യത്യസ്ത സംവിധാനങ്ങളാണ്. വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വ്യവസ്ഥിതികളാണിത്. ഈ ദേവസ്വം ബോർഡ് സ്റ്റേറ്റ് മെയ്ഡ് ലോ ആണ്, സംസ്ഥാന നിയമസഭ ഉണ്ടാക്കിയതാണ്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് പാർലമെന്റ് മെയ്ഡ് ലോ ആണ്, കേന്ദ്ര നിയമമാണ്. ഒന്ന് മാനേജ്മെന്റ് ഓഫ് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. വഖഫ് ബോർഡ് ചെയ്യുന്നത് എന്താ? മുസ്ലിങ്ങളുടെ ആരാധനയുമായിട്ടോ വിശ്വാസവുമായിട്ടോ അവരുടെ അനുഷ്ഠാനവുമായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അവരുടെ നോമ്പ്, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. എന്തിനാ ചെയ്യുന്നത്? പെർമനന്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികളുടെ മാനേജ്മെന്റ് ആണ്. പ്രോപ്പർട്ടിയുടെ മാനേജ്മെന്റ് ഇസ് എ സെക്യുലർ ഫംഗ്ഷൻ. അതൊരു മതേതര ഫംഗ്ഷനാണ്. ദേവസ്വം ബോർഡ് ചെയ്യുന്ന സെക്യുലർ ഫംഗ്ഷൻ അല്ല. ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണ നിയന്ത്രണാധികാരമാണ് അവിടുത്തെ പൂജാരി അപ്പോയിന്റ് ചെയ്യുന്ന നിത്യനിദാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, വിച്ച് ഈസ് എ റിലീജിയസ് ഫംഗ്ഷൻ. അപ്പോൾ രണ്ടും 2 സംവിധാനമാണ്. മൂന്നാമത്തെ കാര്യം, വഖഫ് ബോർഡിനുള്ളതിന് സമാനമായിട്ടുള്ള ഒരു അധികാരവും ദേവസ്വം ബോർഡിനില്ല. വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന് തോന്നിയാൽ ഏകപക്ഷീയമായിട്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് അത് വഖഫ് ഭൂമിയാക്കാനുള്ള അധികാരമുണ്ട്. ദേവസ്വം ബോർഡിന് സാധിക്കുമോ? ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണെന്നൊരു വാദം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, സാധാരണ ഏത് മനുഷ്യനെയും പോലെ സിവിൽ കോടതിയിൽ പോയി വർഷങ്ങൾ കേസ് നടത്തിയിട്ട് ഇത് ദേവസ്വം ഭൂമിയാണെന്ന് സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡിന് പറ്റൂ. വഖഫ് ബോർഡിന് അങ്ങനെയല്ല. വഖഫ് ബോർഡിന് ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തോന്നിയാൽ മതി. അതായിരുന്നു സെക്ഷൻ 40. തർക്കമുള്ളവർക്ക് കോടതിയിൽ പോകാം. വഖഫ് ട്രിബ്യൂണലുണ്ട്. വഖഫ് ട്രിബ്യൂണലില്ലേ, അതിൽ ജഡ്ജി ഇല്ലേ? ശ്രീമതി ലക്ഷ്മി പത്മ, ഇപ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഈ ഭേദഗതി വേണ്ടി വന്നു എന്നതിലേക്ക് കടക്കുന്നത്. നോക്കൂ, കോടതിയിൽ പോകാനും പറ്റുമായിരുന്നില്ല. വഖഫ് നിയമത്തിലെ സെക്ഷൻ 85 എന്താ പറയുന്നത്? ബാർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോർട്സ് ആണ്. അതായത് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സിവിൽ കോടതികൾക്ക് അധികാരമില്ല. പിന്നെയോ സെക്ഷൻ 40 പറയുന്നു, ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു തർക്കം ഉടലെടുത്താൽ ആ കാര്യത്തിൽ വഖഫ് ബോർഡിന് തന്നെ സ്വന്തം നിലയിൽ പരിശോധനകൾ നടത്തിയിട്ട് യുക്തമായിട്ടുള്ള തീരുമാനം പുറപ്പെടുവിക്കാം. വഖഫ് ബോർഡിന് തന്നെ തീരുമാനിക്കാം. അതിന്റെ മുകളിൽ വഖഫ് ട്രൈബ്യൂണൽ പറയട്ടെ ശ്രീമതി,
ഞാൻ പറയുന്നത് കേൾക്കുന്നു, ക്ഷമ കാണിക്കൂ. സെക്ഷൻ 40 തന്നെ ക്ലോസ് പറയുന്നു. സെക്ഷൻ 40 തന്നെ പറയുന്നു, ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും അൺലെസ് അമെൻഡഡ് ഓർ മോഡിഫൈഡ് ബൈ എ വഖഫ് ട്രൈബ്യൂണൽ. അപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു സവിശേഷാധികാരമുള്ള കോടതിയുണ്ട്. ആ കോടതിക്ക് മാത്രമേ ഈ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുള്ളൂ. സിവിൽ കോടതികൾക്ക് പറ്റില്ല. വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിന്റെ മുകളിലോ സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ പോലും അപ്പീലില്ല. ദ ഡിസിഷൻ ഓഫ് ദ വഖഫ് ട്രൈബ്യൂണൽ ഷാൾ ബി ഫൈനൽ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഭേദഗതിയിലൂടെയാണ് നിങ്ങൾക്ക് ഹൈക്കോടതി പോകാനും സുപ്രീം കോടതി പോകാനും ഒക്കെ ഉള്ള അവകാശം വന്നത്. നേരെ തിരിച്ച് മുന്നത്തെ സ്ഥിതി പറ്റിയിരുന്നില്ലേ? അപ്പോ ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ശങ്കു? ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ ഒരു വഖഫ് ഭൂമിയാണോ എന്നുള്ളതായിരുന്നില്ല തർക്കം. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയിരുന്നു. 1950 ഇന്ത്യയിൽ ആദ്യത്തെ സിവിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയുടെ കോടതി അതിനകത്ത് തീരുമാനമെടുത്തത് അത് വഖഫിന്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ലാത്തത് കൊണ്ടാണ്. ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഒരു സിവിൽ റൈറ്റ് ആണ് കോടതിയോട് ഡിസൈഡ് ചെയ്തത്. അതുകൊണ്ട് ഒരു സിവിൽ കോടതി എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ആ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. അതിലെ ക്രിമിനൽ ആസ്പെക്റ്റുകളെ പറ്റി എന്തുകൊണ്ട് ആ ജഡ്ജ്മെന്റ് പറയുന്നില്ല, എന്തുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ പറ്റി മാത്രം പറയുന്നു. സുപ്രീം കോടതി പറയുന്നു വി ആർ അഡ്ജുഡിക്കേറ്റിംഗ് ദിസ് മാറ്റർ ആസ് എ സിവിൽ കോർട്ട്. ഞങ്ങളൊരു സിവിൽ കോടതിയായിട്ടാണ് ഈ കേസിൽ കൈകാര്യം ചെയ്തത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. നിയമത്തിലെ ബേസിക് പ്രിസംപ്ഷൻ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ചില നിയമത്തിലെ ന്യായങ്ങളുണ്ട്. എന്താണ് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആർക്കാണ് തെളിയിക്കേണ്ട ബാധ്യത? ഞാൻ നാളെ ലക്ഷ്മിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം തെളിയിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമേ അല്ല. അതേപോലെ നിയമത്തിൽ നിങ്ങളൊരു ക്ലെയിം ഉന്നയിക്കുകയാണെങ്കിൽ ആ ക്ലെയിം തെളിയിക്കേണ്ടത് ഉന്നയിക്കുന്ന ആളുടെ പ്രശ്നമാണ്. എന്നാൽ നമ്മുടെ വഖഫ് നിയമത്തിൽ ഇങ്ങനെയായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ലെന്ന് ഭൂമിയുടെ ഉടമസ്ഥൻ തെളിയിക്കണം. അയാൾ ഈ വഖഫ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വിവക്ഷിച്ചാണ് ഇപ്പോൾ നിയമ ഭേദഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഉത്തരം സോളിസിറ്റർ ജനറലിന് കോടതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല? വളരെ വേഗത്തിൽ ഉത്തരം. സോളിസിറ്റർ ജനറൽ ആദ്യം മുതൽ എടുത്തിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പൊസിഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിൽ ഓരോ സെക്ഷനെ പറ്റിയും ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങളൊരു അഫിഡവിറ്റ് ആയിട്ട് സമർപ്പിക്കും. ഞങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് അഫിഡവിറ്റ് സമർപ്പിക്കാൻ ഒരാഴ്ചത്തെ സമയം വേണം. അപ്പോൾ ഇതിൽ ഓരോ സെക്ഷനെ പറ്റിയും ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നോൺ മുസ്ലിംസിനെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഡീനോട്ടിഫൈ എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും സോളിസിറ്റർ ജനറൽ പറഞ്ഞ ഉത്തരം ഇതാണ്: ഞങ്ങൾക്ക് ഒരാഴ്ച സമയം തരണം, ഞങ്ങൾ ഡീറ്റെയിൽഡ് അഫിഡവിറ്റ് സമർപ്പിക്കും. അഫിഡവിറ്റിലെല്ലാം ഉണ്ട്. ഓരോ സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. ആ അങ്ങനെ ഒരാഴ്ചത്തെ സാവകാശം തന്നെയാണ് കേന്ദ്രത്തിന് മറുപടി പറയാൻ, സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരാഴ്ചത്തെ സാവകാശം തന്നെയാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. ഏതായാലും വളരെയധികം നന്ദി ശങ്കുറ്റി ദാസ് ചർച്ചയ്ക്ക് എത്തിയതിന്.